In our previous class, we discussed about tables and we discussed about parts of a table. And tables are of two types. One is called tables of time series and second one is frequency distribution tables. To remind, the table of time series means in that table data are arranged on the chronology of time. Date base ചെയ്തോ ടൈം ബേസ് ചെയ്തിട്ടോ അതിൻ്റെ ഓർഡർ അനുസരിച്ച് chronology of time ബേസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തത്. This is an example of time series data, time series table of time series. In this, here you can see the date in a chronological order and corresponding values on the remaining portion. ബാക്കി values അതിൻ്റെ സൈഡിലോട്ടും ഉണ്ട്. Now, second one is called frequency table. What is a frequency table? Frequency table രണ്ട് ടൈപ്പ് ഉണ്ട്. One is discrete frequency table ഉണ്ട്, continuous frequency table ഉണ്ട്. Discrete frequency table. See, what is a discrete frequency table? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു രണ്ട് ടൈപ്പ് ഡേറ്റ ഉണ്ട്, discrete data and continuous data. Discrete data are the data where only the whole values can be taken for as a variable. ഒരു വേരിയബിൾ whole digit ആയിരിക്കും. See, for example, how many person or how many people are there in a class? അല്ലെങ്കിൽ how many leaves are in a plant? How many flowers are in a plant? ഇതിനെല്ലാം കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു ഹോൾ ഡിജിറ്റ് ആയിരിക്കും. 5, 6, 7 അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇൻറ്റിജേഴ്സിലെ ഏതെങ്കിലും ഒരു വാല്യൂ ഹോൾ ഡിജിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഡേറ്റയാണ് നമുക്കുണ്ടതെങ്കിൽ ആ ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് ഡേറ്റ. അങ്ങനെ ഡിസ്ക്രീറ്റ് ഡേറ്റ ഒരുപാട് നമുക്കുണ്ട്. വെൻ വി ആർ ഹാവിംഗ് ലോട്ട് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ഡേറ്റ, ഹ്യൂജ് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ഡേറ്റ, ദാൻ അറേഞ്ചിങ് ദം ഓൾ ദ ഡേറ്റ വൺ ബൈ വൺ, ആ ഡേറ്റ 1, 2, 3 അങ്ങനെ കംപ്ലീറ്റ് എഴുതുന്നതിന് പകരം ദ റിപ്പിറ്റിഷൻസ് ഓർ ഓരോ വാല്യൂം ഓരോ മാഗ്നിറ്റ്യൂഡും റിപ്പീറ്റ് ചെയ്യുന്നതിനെ ഫ്രീക്വൻസി ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എഴുതാം. സി, ദിസ് ഈസ് എ ഫ്രീക്വൻസി ടേബിൾ. സി, ഈ ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ് വരേണ്ടത്? ഇത് നമുക്ക് കിട്ടുന്ന ഡേറ്റ എങ്ങനെയായിരിക്കും? 4, 4, 5, 5, 6, 6, 6, 6 എന്ന് വെച്ചാൽ സി 4 ആ ഡേറ്റാ സെറ്റിൽ 4 2 തവണ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ടാലി മാർക്ക് ചെയ്യുന്നു. 4 2 തവണ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫ്രീക്വൻസി 2. 5 2 തവണ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി 2. 6 4 തവണ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി 4. അപ്പോൾ 6 ഈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? ഈ 6 എന്നുള്ള വാല്യൂ 4 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു, 5 എന്നുള്ള വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു, 7 എന്നുള്ള വാല്യൂ 5 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. whenever we are representing the discrete variables against their frequency on a table, it is called a discrete frequency table. Again I repeat, whenever I am representing a discrete variable and their corresponding frequency on a table, that is called a discrete frequency table. So this is the case with discrete value or discrete data. Then I have told you regarding continuous data also. There is a continuous data. I hope you remember, in our previous class I have told you, when you are taking the weight of a person, height of a person, okay, there always it won't be a whole digit. ഒരു ഹോൾ ഡിജിറ്റ് ആവില്ല. വെയിറ്റ് 41.5 വരാം, 42 വരാം, 43.5 വരാം, ഇങ്ങനെ വെയിറ്റ് ക്യാൻ വാരി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇറ്റ് ക്യാൻ ടേക്ക് എനി ഡിജിറ്റ് ഓൺ എ സ്കെയിൽ. ഒരു സ്കെയിലിനകത്ത് ഏത് ഡിജിറ്റ് വേണം എടുക്കാം. ഇപ്പോൾ 5.6, 5.2, 5.3, 7.5 ഇങ്ങനെ എനി ഡിജിറ്റ് ക്യാൻ ബി ടേക്കൺ. അപ്പോൾ അങ്ങനെ ഏത് ഡിജിറ്റ് വേണോ എടുക്കാൻ പറ്റുന്ന, ഏത് ഡിജിറ്റ് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ സീരീസിനെ പറയുന്ന പേരാണ് എന്താണ്? കണ്ടിന്യൂസ് ഡേറ്റ. ഒരു ഡേറ്റ ലൈനിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ ഏത് വാല്യൂ വേണോ എടുക്കാൻ പറ്റും. എന്തിന്? കണ്ടിന്യൂസ് ഡേറ്റയ്ക്ക്. അത് ഡെസിമൽസും വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഡേറ്റയുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. സി, ഫോർ എക്സാമ്പിൾ
ഒരു 1000 കുട്ടികളുടെ വെയിറ്റ് എടുത്താൽ ചിലപ്പോൾ 1000 വെയിറ്റ് ആയിരിക്കും. എന്താ കാര്യം? 41.5, 41.7, 41.9, 41.25 ഇങ്ങനെ പല വെയിറ്റിലും വരാം അല്ലയോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ കണ്ടിന്യൂസ് ഡേറ്റ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ഡേറ്റയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളുകളാക്കും. ഗ്രൂപ്പ്ഡ്. എന്താണ് ഈ ഗ്രൂപ്പ്ഡ് എന്ന് പറഞ്ഞാൽ? നമുക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കിട്ടുന്ന ഡേറ്റയെ ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ടുള്ള ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ദ ഡേറ്റ വാട്ട് വി ഹാവ് വിൽ ബി ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ ഇൻ്റർവെൽസ് അക്കോർഡിംഗ് ടു അവർ കൺവീനിയൻസ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ഇൻ്റർവെൽസിൽ ഡിവൈഡ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഈ ഡേറ്റ നോക്ക്, ചെറിയ വാല്യൂ 41, ഇതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ 85. ഈ ഡേറ്റ സീരീസ് നിങ്ങൾ ഈ കിട്ടിയ ടേബിൾ നോക്കിയാൽ ആ ടേബിളിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 41നും 85നും ഇടയിലുള്ള വാല്യൂസ് ആണ്. 41നും 85നും അവരെടുത്ത ഇൻ്റർവെൽ നോക്ക്, 41 മുതൽ 49 വരെ. എത്ര പേര് വരും അപ്പോൾ? 41, 42, 43, 44, 45, 46, 47, 48, 49. 9 വാല്യൂ അല്ലേ? 50 മുതൽ 58 വരെ എണ്ണി നോക്ക്. 50, 51, 52, 53, 54, 55, 56, 57, 58, 9. അപ്പോൾ 9 ഡിഫറൻസ് ഉള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു അല്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം 9 അല്ലേ ഇടും? 41, 49, 50, 58, 59, 67, 68, 76, 77, 85. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ ഒരു ഓവറോൾ ഡേറ്റയെ അവർ കുറെ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഒരു റേഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഈക്വൽ ഇന്റർവെൽ ഉള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ആ ഓരോ ഗ്രൂപ്പിനും പറഞ്ഞ പേര് ഒരു ക്ലാസ്. സോ 41, 49 ഒരു ക്ലാസ്, 50, 58 അടുത്ത ക്ലാസ്, 59, 67 അടുത്ത ക്ലാസ്, 68, 76 അടുത്ത ക്ലാസ്, 77, 85 അടുത്ത ക്ലാസ്. ഇനി ഈ ക്ലാസ്സുകൾ എന്താ ചെയ്തത്? ഓരോ ക്ലാസ്സിലും വരുന്ന ഈ 41നും 49നും ഇടയിൽ വരുന്ന വേരിയബിൾസിനെ അവരുടെ ടാലി മാർക്കായിട്ട് റെപ്രസെന്റ് ചെയ്ത് അതിനെ ഫ്രീക്വൻസി ആയിട്ട് എഴുതി. അപ്പൊ എന്ന് പറഞ്ഞാൽ വെൻ ദി ഡേറ്റാസ് ആർ ഗ്രൂപ്പ് ചെയ്തെടുക്കുകയും കണ്ടിന്യൂസ് ഡേറ്റ ആയതുകൊണ്ട് ഡേറ്റാസിനെ ഗ്രൂപ്പ് ചെയ്തെടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് എഴുതിയാൽ വെൻ എ ടേബിൾ റെപ്രസെന്റ് ദ ഗ്രൂപ്പ്ഡ് വേരിയബിൾസ് along with their corresponding frequency they are called grouped frequency distribution. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദിസ് ഈസ് കോൾഡ് എ ക്ലാസ്. ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ദ ഡിവിഷൻസ്. ഓരോ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ ഗ്രൂപ്പിനും പറയുന്ന പേരാണ് ഒരു ക്ലാസ്. 41, 49 ഏറ്റവും ചെറിയ ക്ലാസ്, 77, 85 ഇവിടുത്തെ ഏറ്റവും വലിയ ക്ലാസ്. ദിസ് ഇസ് ദ ലാർജർ ക്ലാസ് ആൻഡ് ദിസ് ഇസ് ദ സ്മോളർ ക്ലാസ്. ഓരോ ക്ലാസ്സിനും ദർ ഈസ് സ്മോളർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ട്, ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ ഉണ്ട് അല്ലെ? 41, 49. സോ ദിസ് ഇസ് കോൾഡ് ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ദിസ് ഇസ് കോൾഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്. ഇനി ഇത് ഈ ക്ലാസിന്റെ, പക്ഷേ ഈ ടോട്ടൽ ക്ലാസ്സുകൾ നോക്കുമ്പോൾ ഇതാണ് ലോവർ ക്ലാസ് ലിമിറ്റ്, ഇത് അപ്പർ ക്ലാസ് ലിമിറ്റ്. ഇൻ ദിസ് ടേബിൾ ലോവർ ലിമിറ്റ് ഇതാണ്, ഇത് അപ്പർ ലിമിറ്റ്. പക്ഷെ ഒരു ക്ലാസ്സിൽ നോക്കുമ്പോൾ 41 ലോവറും 49 ഹയർ. ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ആൻഡ് ഹയർ ലിമിറ്റ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസിന്റെ ലോവർ ലിമിറ്റും അതേ ക്ലാസിന്റെ ഹയർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നവരാണ് ക്ലാസ് വിഡ്ത്ത്. അതിന് പറയുന്ന പേരെന്താണ്? ക്ലാസ് വിഡ്ത്ത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവെൽ എന്നും പറയും. ക്ലാസ് ഇന്റർവെൽ എന്നും നമുക്ക് പറയാം, ക്ലാസ് വിഡ്ത്ത് എന്ന് പറയാം. നൗ ആൻഡ് ദീസ് ആർ ദ ലിമിറ്റ്സ്. ലോവർ എൻഡ് ഓഫ് എ ക്ലാസ് ഈസ് കോൾഡ് ലോവർ ലിമിറ്റ്, ഹയർ എൻഡ് ഓഫ് എ ക്ലാസ് ഈസ് കോൾഡ് ഹയർ ലിമിറ്റ്. ഇനി ഒരു ക്ലാസ്സിന് 41, 49ന്റെ നടുക്കുള്ള പോയിന്റ് എടുത്താൽ, when we take the midpoint of lower limit and higher limit in a class, that is called class mark. അതിന് പറയുന്ന പേരാണ് ക്ലാസ് മാർക്ക്. എന്ന് പറഞ്ഞാൽ ഈ 41ന്റെ 49ന്റെ ഇടയിലുള്ള വാല്യൂ എടുത്താൽ അതിന്റെ പേര് മിഡിലുള്ള മിഡ് വാല്യൂവിന് എടുത്താൽ അതിന് പറയുന്ന പേരാണ് എന്താണ്? ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്നാണ് പറയുന്നത്. ഇനി ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ്, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഇന്റർവൽ. നേരത്തെ നമ്മൾ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞു, അതുപോലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഓഫ് എ ക്ലാസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് കോൾഡ്
ക്ലാസ് ഇന്റർവൽ എന്ന് പറയും. ക്ലാസ് ഇന്റർവൽ. Now ഇനി now what is class boundaries? See, എന്താണ് ഇവിടെ ക്ലാസ് ബൗണ്ടറി? ഇവിടെ നോക്ക്, 41 മുതൽ 49 വരെ അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ 50-ലാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ബൈ റൂൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 49-നും 50-നും ഇടയ്ക്കുള്ള വാല്യൂ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ എനിബഡി ടെൽ? 49-നും 50-നും ഇടയ്ക്കുള്ള വാല്യൂ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ 49.5 വരെ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കും. 49.5-ന് ശേഷമുള്ളത് ഇവിടെ ഉൾക്കൊള്ളിക്കും. അഗെയിൻ ഐ റിപ്പീറ്റ്, ഈ 49 ഒരു ക്ലാസിന്റെ അപ്പർ ബൗണ്ടറി, അപ്പർ ലിമിറ്റ്. ഇത് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. പക്ഷേ 49-നും 50-നും ഇടയ്ക്കൊരു വാല്യൂ വന്നാൽ എവിടെ ഉൾക്കൊള്ളിക്കും? അതിന്റെ പകുതി ഇവിടെയും പകുതി ഇവിടെയും. അതുകൂടെ ചേർത്ത് വരുന്ന വാല്യൂസിനാണ് ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത്. വെച്ചാൽ ക്ലാസ് ബൗണ്ടറി മീൻസ് ഇവിടുത്തെ ക്ലാസ് ബൗണ്ടറി 49.5, ഈ ക്ലാസ് ബൗണ്ടറി 40.5 വരും. 40.5 മുതൽ 40.5 വരെ ഇതിന് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ വരുമ്പോഴോ ഇവിടെ 50 അല്ലേ? 49.5 മുതൽ 58.5 വരെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. 49.5 മുതൽ 58.5. അങ്ങനെ ഇൻക്ലൂസീവ്നെസ്, ഒരു ക്ലാസ്സിൽ ഇന്റർവെൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന രീതിയിൽ, അതായത് ഒരു ക്ലാസ് ബൗണ്ടറിക്കകത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇടയിലുള്ള വാല്യൂവിനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് ക്ലാസ് ബൗണ്ടറീസ്. ഒരു ക്ലാസ്സിനകത്ത് എത്ര പേര് ഉണ്ട്, ഒരു ക്ലാസ്സിനകത്ത് എത്ര പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഓക്കെ, so these are the terms which are concerned with frequency table. So I repeat once again, when the data is continuous and huge numbers are available, the data will be presenting as frequency tables. In frequency table, convenient classes are selected with equal distribution, equal width, and in each class the variables included are represented as tally mark. This kind of representation of data is called grouped frequency table.